നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വരുന്നത് അതിശക്ത മഴ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. 11 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പോലീസുകാരനും കുടുംബവും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാർ ഇടിച്ച അപകടം. ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. ആലുവ പെരുമ്പാവൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ 5 വയസ്സുകാരി മരിച്ചു. ഐഫ സൈനാണ് മരിച്ചത്. എടത്തല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഷെബിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണ്. സ്കൂട്ടർ ഓടിച്ച ഷെബിനും ഭാര്യയ്ക്കും മൂത്ത മകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലക്ഷങ്ങൾ വില വരുന്ന വൈദ്യുതി കമ്പികൾ മോഷ്ടിച്ചു. KSEB ജീവനക്കാർ പിടിയിൽ. പത്തനംതിട്ട റാന്നിയിൽ വൈദ്യുതി കമ്പികൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 KSEB താൽക്കാലിക ജീവനക്കാർ അറസ്റ്റിൽ. വാസു, രതീഷ് എന്നീ ജീവനക്കാരാണ് പിടിയിലായത്. റാന്നി KSEB ഡിവിഷനിൽ നിന്നാണ് 4 ലക്ഷത്തോളം വിലമതിക്കുന്ന 1500 മീറ്റർ വൈദ്യുതി കമ്പികൾ പ്രതികൾ മോഷ്ടിച്ചത്. പുതിയ വൈദ്യുതി കേബിളുകൾ സ്ഥാപിച്ചപ്പോഴാണ് പഴയത് മോഷ്ടിച്ചത്. KSEB ജീവനക്കാരുടെ യൂണിഫോമും തൊപ്പിയും ഇട്ടാണ് ഇവർ പഴയ വൈദ്യുതി കമ്പികൾ മാറ്റിയത് എന്നാണ് വിവരം. ജോലിക്കായി വിളിച്ചു വരുത്തി. ദളിത് യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. യുവാവ് അറസ്റ്റിൽ. ആലപ്പുഴയിൽ ദളിത് യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. പാലക്കാട് സ്വദേശിയായ 19-കാരിയാണ് പീഡനത്തിന് ഇരയായത്. ആലപ്പുഴ നഗരത്തിലാണ് സംഭവം. ലോഡ്ജിലെത്തിച്ച് മദ്യം നൽകിയ ശേഷമായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ കോട്ടയം ഭരണങ്ങാനം സ്വദേശി സബിൻ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലിക്കായി വിളിച്ചു വരുത്തിയായിരുന്നു പീഡനമെന്ന് DYSP P മധുബാബു പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയോട് അനാദരവ്, പ്രോട്ടോകോൾ ലംഘനം. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചതായി ആക്ഷേപം. രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ സീറ്റ് നൽകിയതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. പ്രതിപക്ഷ നേതാവിന് മുൻനിരയിൽ സീറ്റ് നൽകണമെന്നതാണ് പ്രോട്ടോകോൾ. എന്നാൽ പ്രോട്ടോകോൾ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നും വിമർശനമുയർന്നു. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ഹോക്കി താരങ്ങൾക്കൊപ്പം 4ാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് അനുവദിച്ചിരുന്നത്. ഇതിന് ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന വിമർശനമുയർന്നത്. സർക്കാരിന്റെ നടപടിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമുയർന്നു. പ്രതിപക്ഷ നേതാവ് എന്ന പദവിയെ അപമാനിക്കുന്നതാണ് സർക്കാരിന്റെ നടപടിയെന്നും വിമർശനമുണ്ട്.